ഹായ് ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങളെന്ന് പറയുന്നത്. ഞായറാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമാണല്ലേ. രാവിലത്തെ ഓട്ടപ്പാച്ചിലില്ല, വെപ്രാളമില്ല, വളരെ കാമും കൂളുമായിട്ടുള്ളൊരു ദിവസം രാവിലെ. പക്ഷേ ഞങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ളത്. അമ്മയ്ക്ക് പതിവ് പോലെ തന്നെയാണ്. അമ്മ എന്നും എണീക്കുന്ന നേരത്തിനനുസരിച്ച് ഏകദേശം പണികളൊക്കെ സെറ്റാകുമ്പോഴാണ് ഞങ്ങൾ എണീറ്റ് വന്നതേ. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് സാമ്പാറാണ് കറിയേ. അമ്മ രാവിലെ തന്നെ സാമ്പാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന നേരം കൊണ്ട് കുക്കു ഒരു സാമ്പാർ വിരോധി ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടി ഒരു കുഞ്ഞ് ചമ്മന്തി സെറ്റാക്കി. പിന്നെ ദോശ മാവൊക്കെ സെറ്റ് ചെയ്ത് വച്ചു. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് എൻ്റെ പ്രധാന പരിപാടിയിലേക്ക് പോയി. എനിക്കിവിടെ ക്ലീനിങ് സെക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. അടുക്കളയിൽ അമ്മയും അമ്മമ്മയും കൂടി ഏകദേശ ജോലികളൊക്കെ തീർക്കുന്നത് കൊണ്ട് തന്നെ എനിക്കവിടെ വലിയ റോളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ കൈ സഹായം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ് സെക്ഷൻ്റെ പ്രധാന ജോലിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കുക്കുവിൻ്റെ കളിപ്പാട്ടം വാരിക്കെട്ടുക. ഞാൻ വാരിക്കെട്ടും, അവൻ തട്ടിമറിക്കും. ഞാൻ വാരിക്കെട്ടും, അവൻ തട്ടിമറിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാരൂപം കേട്ടോ. ഇപ്പം വാരി വെച്ചത് ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്ന അത്രയും സന്തോഷം എനിക്ക്. പക്ഷേ ഇരിക്കാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് പോയി. സാമ്പാറൊക്കെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദോശ കൂടി അങ്ങ് വെച്ചിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയുടെ കാര്യം പറയണ്ടല്ലോ. ഒരു പാത്രമായിട്ടുണ്ട്. ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരുത്തൻ പിന്നിൽ കൂടി പോയത് കണ്ടോ. ഞാനിപ്പോൾ വാരിക്കൂട്ടിയ കളിപ്പാട്ടത്തിനിടയിൽ നിന്ന് അവൻ എപ്പോഴോ ഒന്ന് ചിക്കിപ്പറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യം പറയണ്ടല്ലോ. അങ്ങനെ കളിപ്പാട്ടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചു. ഇനി മറ്റൊരു ജോലിയുണ്ട്. വർഷത്തിൽ 3-4 മാസം നമുക്ക് മുടക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ജോലി. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണേ. ഈ കാണുന്നതാണോ ഉപജീവന മാർഗ്ഗമെന്ന് ആരും ചോദിക്കേണ്ട. ഇത് നമ്മൾ വന്നതല്ലേ. അപ്പോൾ കുറച്ച് ഉണക്ക വിറകുണ്ട്. അതിനെ പറ്റുന്നത്ര മുറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലേ. ജോലി റബ്ബറിൻ്റെ പാലെടുപ്പാണേ. നമുക്ക് കുറച്ച് റബ്ബറുണ്ട്. ഇപ്പം വെട്ടിത്തരുന്നത് അടുത്ത വീട്ടിലൊരു ചേട്ടൻ വെട്ടിയിട്ട് തരും. പക്ഷേ പാലെടുപ്പും ഷീറ്റെടുപ്പും നമുക്കുള്ള ജോലിയാണ്. അപ്പോൾ നമ്മുടെ ഉപജീവന മാർഗ്ഗമല്ലേ. അങ്ങനെ പാലൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി മുറിച്ചെടുത്ത വിറവും കൊണ്ട് കുക്കുവും അമ്മയും അമ്മൂമ്മയും കൂടെ പോകുന്നേ. പാട്ടയിൽ പാലൊക്കെ വീഴ്ത്തി വെച്ചിട്ടുണ്ട്. അത് ഞാനാണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് നമ്മുടെ റബ്ബറിൻ്റെ ഉള്ള സ്ഥലത്തേക്ക് വരാൻ കുറച്ച് ദൂരമുണ്ട്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ എത്രയും ദൂരം പാല് ചുമന്ന് കൊണ്ടുപോകുന്ന കാര്യം പാടായതുകൊണ്ട് വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കുറച്ച് നാളായിട്ടുള്ള പരിപാടിയാണ് ഇത്. ആദ്യമൊക്കെ ചുമന്ന് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തി. അമ്മയും അമ്മമ്മയും വിറകുമായിട്ട് പിന്നാലെ വന്നിട്ടുണ്ട്. അങ്ങനെ പാലിനെ അവിടെ വെച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയി. നമ്മുടെ തൊടിയിലേക്കാണ് ഇറങ്ങിയത്. തൊടിയിലേക്ക് പോയി ഇവിടേക്ക് ആദ്യം വയലായിരുന്നു. ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്നു. എല്ലായിടത്തും റബ്ബർ വെച്ചു. കാര്യം എന്താ? നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പാണയം റിസർവ് ഫോറസ്റ്റിനടുത്താണ്. അതുകൊണ്ട് തന്നെ നല്ല കാട്ടുപന്നി ശല്യമാണേ. എന്ത് കൃഷി ചെയ്താലും കിട്ടില്ല. നെല്ലുണ്ടായിരുന്നു, വാഴ വച്ചു, മരിച്ചീനി വച്ചു, ഒന്നിനും ഒരു രക്ഷയും കിട്ടാതെ വന്നപ്പോഴാണ് പിന്നെ ഈ റബ്ബറിലേക്ക് അങ്ങ് മാറിയത്. അങ്ങനെ അവിടെ നിന്നും പാലൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് പിന്നെ ഈ പാലിനെയൊക്കെ ഷീറ്റാക്കുന്ന ഒരു കലാപരിപാടി ഉണ്ടല്ലോ, അതാണിപ്പോൾ കാണുന്നത്. എല്ലാത്തിനെയും ഡിഷിലേക്കൊക്കെ മാറ്റി ഷീറ്റാക്കാൻ ആസിഡൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ. സൺഡേ അല്ലെങ്കിലും പാലെടുപ്പ് ഞങ്ങൾക്ക് എന്നുമുള്ളതാണ് കേട്ടോ, മഴയില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിശ്രമമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.